സുഹൈൽ മുഹമ്മദ് തുടരുന്നുണ്ട്. സുഹൈൽ, നേരത്തെ ഈ അനന്തു എങ്ങനെയാണ് ആ നാട്ടുകാർക്ക് ആ നാടിന് പ്രിയപ്പെട്ടവനായത് എന്നൊരു ചോദ്യം, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടുത്തെ പ്രതികരണങ്ങൾ ആ രീതിയിലായിരുന്നു. പ്രത്യേകിച്ചും അവിടെ സഹപാഠികളും അധ്യാപകരും ഒക്കെ അനന്തുവിനെക്കുറിച്ച് പറയുന്നത് ക്ലാസ്സിൽ നന്നായി പാട്ടുപാടുന്ന ഒരു കുട്ടി, അതോടൊപ്പം തന്നെ എന്നും സന്തോഷത്തോടെ മാത്രം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥി, അങ്ങനെയൊക്കെ അധ്യാപകരടക്കം അനന്തുവിനെ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അനന്തു ഇല്ലാത്തൊരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുക, അനന്തുവിൻ്റെ സാന്നിധ്യമുള്ളൊരു ഇടത്തേക്ക് കയറി ചെല്ലുക, അത് ഓർക്കാൻ കഴിയുന്നില്ല. അത് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമാണ് എന്നവരെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഈ 15 വയസ്സിനുള്ളിൽ തന്നെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു കുട്ടിയാണ് ആ നാടിന് നഷ്ടമായിരിക്കുന്നത്, അല്ലേ സുഹൈൽ? തീർച്ചയായും സച്ചിൻ, ഒരാളുടെ വിയോഗം അയാളെ അറിയുന്നവർക്കെല്ലാം ഒരേ വികാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ വികാരത്തിന്റെ പേര് സങ്കടമാണെങ്കിൽ, വേദനയാണെങ്കിൽ, അത് ഉൾക്കൊള്ളാനാകാത്ത തരത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 15-ാം വയസ്സിൽ അനന്ത ഒരു അത്ഭുതമാണ്. അവനെ പരിചയപ്പെട്ട എല്ലാവർക്കും, അവനെ അറിയുന്ന എല്ലാവർക്കും ഒരേ വികാരമാണ്, ഒരേ സങ്കടമാണ്. അവരില്ല എന്ന് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന മുഖങ്ങളാണ്, അവരുടെ വൈകാരികതയാണ് നമ്മൾ എങ്ങും കണ്ടത്. നേരത്തെ വീട്ടിലെ നൂറുകണക്കിന് ആളുകളാണ് പ്രദർശന സമയത്ത് എത്തിയത്. അതിൽ അവനെ അറിയുന്നവരുണ്ട്, ഈ പറയുന്ന വെള്ളക്കല്ല് സ്ഥലത്തുള്ളത് കൊണ്ട് ഈ പഞ്ചായത്തിന് ചുറ്റുമുള്ളവരുണ്ട്, അതിന് പുറത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് പോലും അറിഞ്ഞെത്തിയവരുണ്ട്. ഇങ്ങനെ അറിഞ്ഞെത്തിയവർ പോലും ഇവനെ കുറിച്ച്, അനന്തുവിനെ കുറിച്ച് വരുന്ന വഴിയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അവരിൽ ഒരാളായി മാറുന്ന ഒരു പ്രകൃതം, അതങ്ങനെ വളരെ ചുരുക്കം ചില മനുഷ്യർക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അത്തരത്തിലൊരാൾ കൂടിയാണ് അനന്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ചടങ്ങുകൾ ഏതാണ്ട് പുരോഗമിക്കുകയാണ്. വീട്ടിൽ നിന്നുണ്ടായിരുന്ന അച്ഛൻ സുരേഷ് ഇപ്പോൾ ഇവിടെ എത്തി മകനെ അവസാനം നോക്കിക്കണ്ട് പോയി. അദ്ദേഹം നിർവികാരനായിരുന്നു. കാരണം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകും. കാരണം 2 സഹോദരന്മാർക്കൊരു സഹോദരനാണ് ഇവൻ. അനന്തും മിടുക്കനായിരുന്നു, പഠനത്തിനാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും ഈ ഇടപെടലിലാണെങ്കിലും പ്രായത്തിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു മെച്യൂരിറ്റി അതിൽ നിന്നും കാത്തു സൂക്ഷിച്ച കൊണ്ടു നടന്നൊരു മകനായിരുന്നു. അവനിലൂടെയായിരുന്നു ഇവർ സ്വപ്നം കണ്ടത്. കാരണം ഇനി ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്, ഇവൻ അനന്തു പഠിച്ച് അവന്റെ ചിറകിലേറി പറന്നു പോകാമെന്ന പ്രതീക്ഷ കണ്ട് അവനിലൂടെ നെയ്തെടുക്കുന്ന ഒരു ലോകമായിരുന്നു ആ മാതാവിനും പിതാവിനും സഹോദരിമാർക്കും ഉണ്ടായത്. ആ ലോകത്തിനാണ് പെട്ടെന്നൊരു തകർച്ച ഉണ്ടാകുന്നത്. ഇനി എന്ത് എന്ന ചോദ്യം അവരുടെ മുന്നിൽ എന്തായാലും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് എന്നും കാലാകാലം മരിക്കുമ്പോഴും അവർക്കൊരു വിങ്ങലായ വേദനയായി അവനുണ്ടാകും. അവൻ ബാക്കി വെച്ച ചില കുറുമ്പുകൾ, ഓർമ്മകൾ, അവന്റെ ഓരോ ചെറു കുറുമ്പുകൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ ശേഷിക്കുന്നുണ്ടാകുക. നേരത്തെ വിൻസിൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയും ഞായറും അവധിയാണ്. ഈ നേരത്തെ അമ്മ പൊട്ടിക്കരയുമ്പോൾ പറഞ്ഞൊരു വരിയുണ്ട്, അനന്തു നീ എഴുന്നേൽക്ക്, ഉച്ച കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട് അങ്ങനെ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോകും. നമ്മുടെ അമ്മമാർ പറയുന്നത് പോലെ അത്തരത്തിൽ അവധി ദിനങ്ങളിൽ കുറച്ചധികം സമയം ഉറങ്ങി, കുറച്ചു നേരം വീട്ടിൽ ചെലവഴിച്ച്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വൈകിട്ടോടുകൂടി സുഹൃത്തുക്കളോടൊപ്പം ഇറങ്ങും. അതായത് വെള്ളിയാഴ്ചക്ക് പൂർണ്ണമായും സ്കൂളിലായിരിക്കും അനന്തു. ശനിയാഴ്ച വൈകി എഴുന്നേക്കുന്നു, കുറച്ച് അധിക സമയം വീട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്നു, എന്നിട്ട് വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. അത്ര നേരം അവനോടൊപ്പം അവരുണ്ട്. അത് അവന്റെ അവസാനത്തെ യാത്രയാകുമെന്ന് അവർ ഒരു വിധത്തിലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഫുട്ബോൾ കളിച്ച് വൈകിട്ട് വീടിനടുത്ത് തന്നെയുള്ള ബന്ധുക്കളായ കസിൻസ് ആണ്, അതിന് സുഹൃത്തുക്കൾ, അവരോടൊപ്പം മീൻ പിടിക്കാൻ പോയതാണ്. ഈ മീൻ പിടിക്കാൻ പോയവരിൽ തന്നെ ഏറ്റവും പ്രായം കുറവുള്ള ആൾ അനന്തുവാണ്. ബാക്കിയെല്ലാം അനന്തിനേക്കാൾ മുതിർന്നവരാണ്. അപ്പോഴും അനന്തുവായിരുന്നു അവരെ വഴി നയിച്ചിരുന്നത്, അനന്തുവാണ് മുമ്പിൽ പോയത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ അപകടത്തിൽ ചെറിയ രീതിയിൽ പരിക്കേറ്റ കസിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ എപ്പോഴും അങ്ങനെയാണ്, അവൻ എപ്പോഴും നയിക്കാനാണ്, മുമ്പിൽ പോകാനാണ് താല്പര്യം. അത് തന്നെയായിരുന്നു ജീവിതത്തെക്കുറിച്ചും അവൻ അറിയുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അവനെ കുറിച്ച് പറയാനുള്ളത്. മുന്നോട്ടുള്ള യാത്രയാണ്. അതിൽ അവന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം അവൻ തരണം ചെയ്തിട്ടുണ്ട്. അവൻ നേരിട്ട പ്രതിസന്ധികൾ എന്തെന്ന് നമുക്ക് അധികമായിട്ടൊന്നും പറയേണ്ടി വരില്ല. ആ വീടും അവൻ ജീവിക്കുന്ന പരിസ്ഥിതി കണ്ടാൽ തന്നെ നമുക്കറിയാം. വീട്ടിലേക്ക് വഴിയില്ലാത്ത, വെറും കവുങ്ങ് മറച്ചു വെച്ച 2 തരി പാലമെന്ന് സാങ്കേതികമായി പറയാൻ പറ്റുന്ന ഒരു ചെറു കവുങ്ങ് കഷ്ണത്തിലൂടെ വീട്ടിലേക്ക് അടക്കേണ്ടി വരുന്ന അവൻ ആ വേദനകളൊന്നും അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടില്ല. അതൊന്നും ഒരു പരാതിയായി അവൻ ഉയർത്തിയിട്ടില്ല. അതൊന്നും ഒരു പരാധീനതയായി അവൻ ഇന്നേ വരെ തോന്നിയിട്ടില്ല. അച്ഛനോട് ഒരിക്കലും ഒരു കാര്യത്തിൽ പിടിവാശി അവൻ നടത്തിയിട്ടില്ല. കാരണം അവൻ അറിയാം അവന്റെ പരിസ്ഥിതി എന്താണെന്നുള്ളത്. കൂലിപ്പണിക്കാൻ അച്ഛന് പലപ്പോഴും ചിലപ്പോൾ അവന്റെ ചെറിയ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ പ്രയാസപ്പെടേണ്ടി വരും. അച്ഛനെ വേദനിപ്പിക്കേണ്ട, അമ്മയെ വേദനിപ്പിക്കേണ്ട, സഹോദരിമാരെ വേദനിപ്പിക്കേണ്ട എന്ന് 15-ാം വയസ്സിൽ തിരിച്ചറിവുണ്ടാക്കി എത്രത്തോളം മെച്യൂരിറ്റി കാണിച്ചു. ഒരു വിധത്തിലും ഒരു കാര്യത്തിലും പിടിവാശി നടത്താത്ത, എന്നാൽ അതേസമയം ഈ നാട് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർ മാത്രം വസിക്കുന്ന ഒരു നാടാണ്. ഒരുപാട് മനുഷ്യരുള്ള നാടാണ്. ആ മനുഷ്യരിലെല്ലാം പ്രിയപ്പെട്ടവനായി മാറുന്നുണ്ടെങ്കിൽ, അവരുടെ വീട്ടിലെ ഒരാളായി അവനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ് അനന്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വൈകാരികമായ ആളുകളെല്ലാം ഇവിടെ എത്തുന്നത്. നേരത്തെ വീട്ടിൽ പുതുവർഷത്തിന് 100 കണക്കിന് ആളുകൾ എത്തി. അവസാനമായി ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നിടത്തും അവനെ കാണാൻ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 15 വർഷം എന്നൊക്കെ പറഞ്ഞ വളരെ ചുരുങ്ങിയ കാലമാണ്. ഒരുപാട് ജീവിതം ബാക്കിയുള്ളവനായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റാനുള്ളവരായിരുന്നു. പക്ഷേ ആ യാത്ര പാതിയിൽ മടക്കി മണ്ണോട് അലയുകയാണ് അനന്തു.
യെസ്, സുഹൈൽ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അങ്ങനെ മണ്ണോർമ്മയാവുകയാണ് ഇപ്പോൾ അനന്തു. കാരണം അവിടെ ആ രീതിയിലുള്ള വലിയ വിലാപങ്ങൾക്കിടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ പൂർത്തിയാവുന്നത്. അത് കണ്ടു നിൽക്കാൻ, അവസാനമായി യാത്ര പറയാൻ അവിടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ എത്തിയിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് മാത്രമല്ല, ഈ വിവരമറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അവിടെ കുറേ മണിക്കൂറുകളായി തന്നെ എത്തി അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ അപകടത്തിൻ്റെ അതിൻ്റെ ആഴം അത് മനസ്സിലാക്കിയിട്ട് ആ പകപ്പ് അവർക്ക് മാറിയിട്ടില്ല. അത് മാത്രമല്ല, അവർക്കറിയാവുന്ന അനന്തു അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതിപ്പോൾ അവിടുത്തെ വയസ്സായ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അനന്തുവിൻ്റെ സഹപാഠികളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവർക്കും ഒരേ കാര്യം മാത്രമേ പറയാനുള്ളൂ. വളരെ എപ്പോഴും പോസിറ്റീവായിട്ട് എന്നും പുഞ്ചിരിച്ച് മാത്രം സന്തോഷമായി മാത്രം സംസാരിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അനന്തു. ആ കുട്ടിയാണ് ഈ രീതിയിൽ അകാലത്തിൽ നമുക്ക് നഷ്ടമായത് എന്ന് ഓർത്തു വിലപിക്കുന്നുണ്ട് അതിൽ പലരും. സുഹൈൽ തുടരുന്നുണ്ട്. സുഹൈൽ, ഈ അപകടത്തിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് പുതിയ വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ഊഹാപോഹങ്ങളും ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നേരിട്ട് കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഹൈൽ അവിടെ ഈ അപകടം നടന്ന ആ തോടിൻ്റെ അടുത്ത് കൃത്യമായി പോയതാണ്. അവിടെ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. നാട്ടുകാർ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ആ തോടിൻ്റെ ഒരു ഭാഗത്ത് കാടും മറുഭാഗത്ത് കൃഷിഭൂമിയുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തോട്ടിൽ അവിടെ പലരും പോയി മീൻ പിടിക്കാറുള്ളതാണ്. കുടുംബത്തോടൊക്കെ വന്നിട്ട് അവിടെ മീൻ പിടിക്കാറുണ്ട് ആളുകൾ എന്നൊക്കെ അവിടുന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. അതായത് പതിവായൊക്കെ ആളുകൾ പോകുന്ന ഒരു സ്ഥലം തന്നെയാണത്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തോടോ ഒന്നുമല്ല. അവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊരു പന്നിക്കണി ഉണ്ടാവുന്നത്? അതും ആൾക്കാർ വന്നു പോകുന്നിടത്ത് ഈ രീതിയിൽ വൈദ്യുതി പ്രവഹിപ്പിച്ച് ഒരു കമ്പി ഇടുക, അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ നേരത്തെ ഒരു മരണം സംഭവിച്ചതാണ്, എന്നിട്ടും ഇങ്ങനെ ഈ രീതിയിൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്നു. സുഹൈൽ, തീർച്ചയായും സജിൻ, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു കവിയുന്ന ഒരു ഗ്രാമമാണ് ഈ പറയുന്ന സ്ഥലം, അനന്തുവിന്റെ നാടെന്ന് പറയുന്നത്. അവിടെ ഈ തോട് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ നാട്ടിലൊരു തോട് എന്നൊക്കെ പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ കുട്ടികളുടെയൊക്കെ ഒരു ലെഷർ കേന്ദ്രമായിരിക്കും. വൈകിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും വെള്ളത്തിൽ കളിക്കുകയും ചെയ്യുന്ന ഒരു ഇടമായിരിക്കും. അത്തരത്തിൽ നാട്ടുകാരെല്ലാം എത്തുന്ന ഒരു തോട് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ചില ആളുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ അപകടം നടന്ന സ്ഥലത്ത് ഒരു വശത്ത് ഫോറസ്റ്റാണ്, മറുവശത്താണ് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടമുള്ളത്. ഈ ഫോറസ്റ്റിൽ നിന്ന് സ്ഥിരമായി പന്നി ശല്യം ഉണ്ടാവാറുണ്ട്. ഈ പന്നി കൃഷിയിടത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ അവിടെ ഈ ഈ ഫോറസ്റ്റിനോട് ചേർന്ന് തോടിനോട് ചേർന്ന് നടത്തുന്ന കൃഷികളൊന്നും പന്നിയെ കൊണ്ട് മറിച്ചിടാൻ പറ്റുന്ന കൃഷികളല്ല, വാഴകൃഷി പോലത്തെ കൃഷികളല്ല. അതുകൊണ്ട് തന്നെ പന്നി കാര്യമായി അവിടെ വലിയ രീതിയിൽ കൃഷി നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷി കാക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫെൻസിങ് അനധികൃതമായി വലിച്ചു കെട്ടുന്ന പലയിടങ്ങളും നിലമ്പൂരിലുണ്ട്. പക്ഷെ ഈ ഇടത്ത് അങ്ങനെ ഈ കൃഷിഭൂമിയുടെ അതിർത്തിയായി കെട്ടിയ ഫെൻസിങ് അല്ല, പക്ഷെ മറിച്ച് ഈ പന്നി ഇറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി 300-400 രൂപയ്ക്കാണ് ഇവിടെ പന്നി ഇറച്ചിക്ക് കിലോ വില. അങ്ങനെ കാട്ടുപന്നിയെ സമാനമായ രീതിയിൽ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തിയ ശേഷം ഇറച്ചി വിൽപ്പന മാത്രം ലക്ഷ്യമിട്ട്, അതായത് ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷിയിലേക്ക് നമ്മൾ നട്ടു വളർത്തിയ വിളയിലേക്ക് ഈ വന്യമൃഗങ്ങളെത്തി നശിപ്പിക്കുന്നതാണ്. പക്ഷെ അത്തരത്തിൽ അവിടെ ഫെൻസിങ് കെട്ടുന്ന ആരോപണങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. കൃത്യമായ ലക്ഷ്യം ഈ കിണി സ്ഥാപിക്കുന്നവർക്കറിയാം. ഈ പന്നിയെ കൃത്യമായി ഈ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തിയ ശേഷം ഇറച്ചിക്ക് വിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വലിയ അപകടം മുന്നിലുണ്ടെന്ന് അവർക്ക് തീർച്ചയായും അറിയാം. കാരണം ഈ ഫെൻസിങ് ആണെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ മാത്രമാണ് കെട്ടുന്നത്. എവിടെയൊക്കെ ഏതൊക്കെ അളവിൽ എത്ര നീളത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഇത് സ്ഥാപിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം രാത്രി 8-9 മണി സമയത്തായിരിക്കും. ഈ തോട് എന്ന് പറയുന്നത് കുറച്ച് ഐസൊലേറ്റഡ് ആയ ഒറ്റപ്പെട്ട ഇടമാണ്. അവിടെ മറ്റു വീടുകളൊന്നുമില്ല, കൃഷിഭൂമി മാത്രമാണുള്ളത്. അപ്പോൾ ഈ കൃഷിഭൂമി മാത്രമുള്ളത് കൊണ്ട് 8-9 മണി സമയമാകുമ്പോഴേക്കും